ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദം ഒരു അടിപൊളി ഒന്നൊന്നര പ്രൊമോ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചത്. നമ്മുടെ മാർഗടിയും അറക്കൽ വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങൾ, അതിനിടയിൽ വേറൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രഞ്ജുവിന്റെ രോഗം അറിഞ്ഞിട്ട് നമ്മുടെ വെങ്കി ഒരു കാട്ടുവൈദ്യനെ വിളിക്കുന്നുണ്ട്. ആരാണത്? നമ്മുടെ മാർഗഴിയുടെ അമ്മയെ, അതായത് മാർഗഴിയോട് മരുന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിക്കുന്നത്. ഇനി അവർ തമ്മിൽ നേരിട്ട് കാണുമ്പോഴായിരിക്കും വേറൊരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഗോവിന്ദിന്റെ മുന്നിൽ വെച്ചായിട്ട് നമ്മുടെ വെങ്കി ഈ കാട്ടുവൈദ്യന്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ, നമ്മുടെ മാർഗരയുടെ അമ്മയടുത്ത് സംസാരിക്കുന്നതൊക്കെ, നമ്മുടെ മാർഗരയുടെ അച്ഛൻ ഭയങ്കര വലിയ വൈദ്യനായിരുന്നു. ആ ഒരു കൈപ്പുണ്യാണ് നമ്മുടെ മാർഗഴിക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിന് പിന്നാലെ നമ്മുടെ അറയ്ക്കൽ വീട്ടിലേക്ക് നമ്മുടെ മാർഗഴി വരികയാണ് കൂട്ടുകാരെ. അപ്പൊ നമ്മുടെ വരുണാണെങ്കിൽ ആദ്യം വരുന്നത് ശരിക്കും നമ്മുടെ ഗീതു തന്നെ ആയിരിക്കും. അപ്പൊ വരുൺ തെറ്റിദ്ധരിക്കും. മാർഗഴി ചുരിദാറിട്ടാണ് വരുന്നതെന്ന് നമ്മുടെ അനാർക്കലി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഗീതുവിനെ കണ്ടപ്പോൾ നമ്മുടെ വരുൺ വിചാരിക്കും മാർഗഴിയാണെന്ന് കരുതി. ഓ, കൊച്ചു കള്ളി എത്തിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഗീതു പറയുന്നുണ്ട്, സ്വന്തം മേട്ടത്തമ്മയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ നമ്മുടെ വരുണിനെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെയാണ് നമ്മുടെ മാർഗഴി വരുന്നത് കേട്ടോ. അപ്പൊ നോക്കുമ്പോ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നു, ഏകദേശം സെയിം കളർ ചുരിദാറും. അപ്പൊ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, ഇതെന്താണ് രണ്ട് ഗീതുവാ ഇവിടെ, ഇതിൽ ഏതാണ് ഗീതു ഏതാണ് മാർഗഴി എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയോടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ടേ. അപ്പുറത്ത് നമ്മുടെ വിജയലക്ഷ്മി അവരുടെ അടുത്ത് നമ്മുടെ മാർഗഴി ചെല്ലുന്നുണ്ട്. അപ്പൊ ഗീതു ആണെന്ന് കരുതി നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ പറയുക, ഓ വെങ്കി ആ രഞ്ജുവിന്റെ രോഗവിവരം അറിയുമ്പോൾ വെങ്കി എങ്ങനെ പ്രതികരിക്കും എന്നാണ്, എനിക്ക് ഇത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ളൊരു രോഗം ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണെന്ന് അറിയുമ്പോൾ പാവം തകർന്നു പോകും എന്നൊക്കെ പറയുക കേട്ടോ. അപ്പൊ ആ രോഗത്തിനെ പറ്റി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. പുതിയ ബ്ലഡ് സെൽസ് ഇല്ലാതാകുന്ന ഒരവസ്ഥ ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വിജയലക്ഷ്മി. അപ്പൊ നമ്മുടെ മാർഗഴിക്ക് കാര്യം കേട്ടപ്പോൾ തന്നെ പിടികിട്ടി. അത് ഇന്ന രോഗമാണല്ലോ എന്നിങ്ങനെ മാർഗഴി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ വിജയലക്ഷ്മി ഇത് കേൾക്കുന്നുണ്ട്. നമ്മുടെ മാർഗഴി ഇങ്ങനെ ചെറിയ സൗണ്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തോ അസുഖത്തിന്റെ പേര് പറയുന്നുണ്ട്. അപ്പൊ വിജയലക്ഷ്മി കേട്ടപ്പോ ഇതിങ്ങനെ ഞെട്ടി നിൽക്കുക. ഇവൾക്ക് ഇതെല്ലാം എങ്ങനെ അറിയാം എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ മാർഗഴിയുടെ വരവോടുകൂടി മിക്കവാറും നമ്മുടെ രഞ്ജുവിന്റെ അസുഖം മാറിക്കിട്ടും. അങ്ങനെ ഒരു അടിപൊളി ട്വിസ്റ്റ് നടക്കാനും സാധ്യതയുണ്ടല്ലേ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.